നമസ്കാരമുണ്ട്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം വന്നു നിൽക്കുന്നത് അച്ചൻകോവിലാണ്. അച്ചൻകോവിലിൽ നിന്ന് തെങ്കാശിക്ക് പോകുന്ന വഴിയാണിത്. അച്ചൻകോവിലിൽ നിന്ന് വരുന്ന വഴിയാണ് ഈ കാണുന്നത്. അവിടെ നിന്ന് നമ്മൾ തിരിച്ച് തെങ്കാശിക്ക് പോകുന്ന ഡയറക്ഷനിലാണ് വണ്ടി കിടക്കുന്നത്. അപ്പം ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ നോക്കാം, ഇവിടുത്തെ യാത്രകൾ എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പം നിങ്ങൾ ഈ വീഡിയോ കാണുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, വിശേഷങ്ങൾ കാണിക്കാം. ഇതിപ്പോൾ ഞങ്ങൾ അച്ചൻകോവിലിൽ നിന്ന് തെങ്കാശിക്ക് പോകുന്ന വഴിയാണ്. ഇത് കറക്റ്റ് വനത്തിൻ്റെ നടുക്കൂടെയുള്ള ഒരു വഴി തന്നെയാണ്. ഫുള്ള് തേക്ക് തോട്ടങ്ങളാണ്. അപ്പം നല്ല മനോഹരമായിട്ടുള്ളൊരു വഴി തന്നെയാണ് തെങ്കാശിക്ക് പോകാനുള്ളത്. രാവിലെ നല്ല മഴയായിരുന്നു, അതേതായാലും ഒന്ന് മാറിക്കിട്ടി. അപ്പം അതുകൊണ്ട് യാത്ര ചെയ്യാൻ ഇച്ചിരി സന്തോഷമുണ്ട്. കാറ്റത്ത് മരങ്ങളൊക്കെ വീണ് കിടപ്പുണ്ടായിരുന്നു. ഇത് കണ്ടോ, മരം വീണ് കിടന്ന് തേക്കൊക്കെ പിഴുത് വീണിട്ടുണ്ടായിരുന്നു. അതൊക്കെ വെട്ടി മാറ്റിയിട്ടുണ്ട്. വന്ന വഴിക്ക് ഒത്തിരി ചിത്രശലഭം ഉണ്ടായിരുന്നേ. അല്ലേ, ഒത്തിരി ചിത്രശലഭത്തെ നമുക്ക് കാണാൻ പറ്റി. പല ടൈപ്പിലുള്ള ചിത്രശലഭമാണ് ഇതിലുള്ളത്. അല്ലേ, ഇത് PWD ഒരു റെസ്റ്റ് ഹൗസിൻ്റെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ റൂംസ് അവൈലബിൾ എന്നൊക്കെ പറഞ്ഞൊരു ബോർഡ് കൊടുത്തിട്ടുണ്ട്. അച്ചൻകോവിൽ എന്ന സ്ഥലമാണ്. ഇവിടെ ആൾക്കാരൊക്കെ വന്നിരിക്കുന്നുണ്ട് വെള്ളച്ചാട്ടം കാണാൻ. നല്ലൊരു പോസിറ്റീവ് എനർജി കിട്ടുന്ന ഒരു സ്ഥലം തന്നെ കേട്ടോ. നല്ലൊരു ആർച്ചായിട്ടുള്ളൊരു വെള്ളം ചാടുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട് ഇവിടെ. നല്ല രസമാണ്. ഇതൊരു വെള്ളച്ചാട്ടത്തിൻ്റെ ഉള്ളിലേക്ക് കാണാൻ പോകുന്ന ഒരു എൻട്രൻസ് ആണ്. ഇതും ക്ലോസ് ചെയ്ത് വെച്ചേക്കുവാണ്. അപ്പോൾ ഇതേപോലെയുള്ള ആർച്ചുകളൊക്കെയാണ് ഇവിടുത്തെ വെള്ളച്ചാട്ടത്തിൻ്റെ എൻട്രൻസ് ആയിട്ട് കൊടുത്തേക്കുന്നത്. നമ്മൾ മുമ്പേ തന്നെ കണ്ടു, കൊമ്പുരുട്ടി വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ ഇതുപോലെ വലിയൊരു ആർച്ചായിരുന്നു. ഇതും മേളിൽ തന്നെ ഉള്ളൊരു വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയിട്ട് ഉള്ളൊരു സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. അപ്പം ഷൈനി മാഡമാണ്. ഷൈനി മാഡം, വെള്ളച്ചാട്ടം ക്ലോസ് ചെയ്തേക്കുവാ. എന്ത് ചെയ്യുന്നത്? പോയേക്കാം അല്ലേ? അപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ കുറ്റാലം വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ അപകടങ്ങളൊക്കെ ഒത്തിരി നടന്നിരുന്നല്ലേ. അപ്പോൾ അത് കാരണത്താലാണ് ഇപ്പം ഇതെല്ലാം ഇവർ ക്ലോസ് ചെയ്തേക്കുന്നത്. സേഫ്റ്റിയുടെ കാരണം പറഞ്ഞാണ് ക്ലോസ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്കിവിടെയെങ്കിലും കയറി പോകാൻ സാധിക്കുന്നില്ല. കുഴപ്പമില്ല. പക്ഷേ ഇപ്പം നല്ലൊരു മഴയുടെ ഒരു കോളുമുണ്ട് കേട്ടോ. ഇപ്പം സമയം 2:30 മണി സമയം കഴിഞ്ഞു. തെങ്കാശിയിലൊരു ഹോട്ടലുണ്ട്, റഹ്മത്ത് എന്ന് പറഞ്ഞൊരു ഹോട്ടൽ. അവിടെ പോയി വല്ലതും കഴിക്കാൻ പറ്റുമോ നോക്കാം. കിട്ടുമോയെന്നറിയില്ല, എന്നാലും ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചാണ്. വിശന്നാലും ഇങ്ങനെ പോകുന്നത്. അതെ, പുള്ളിക്കാരിക്ക് തമിഴ്നാട്ടിലെ രസം ഒഴിച്ചുള്ള ഒരു ഊണ് കിട്ടിയാലും മതി എന്നാണ് പറയുന്നത്. അത് ഒത്തിരി താല്പര്യമുള്ളൊരു പാർട്ടിയാണ്. നോക്കട്ടെ, എന്തായാലും ട്രൈ ചെയ്യാം. എന്തെങ്കിലും കിട്ടിയാൽ മതി എന്നുള്ള ഒരു ധാരണയാണ്. പക്ഷേ ഇത് ഭയങ്കര എനർജിയുള്ളൊരു റോഡാണ് കേട്ടോ. നല്ല കൊടും വനം തന്നെയാണ്. സൂപ്പറായിട്ടുണ്ട്. കറക്റ്റ് വനത്തിനുള്ളിലൂടെ ഉള്ളൊരു യാത്ര.
എങ്ങനെയുണ്ട് രാവിലെ വണ്ടിയൊക്കെ ഓടിച്ചിട്ട്? ആ അതെ, കാട്ടുവാസികളുടെ ഇഷ്ടങ്ങൾ അങ്ങനെ മാറ്റി തല ഇത് തടിയെല്ലാം ഉണ്ട്. ആണോ? നല്ല വഴിയാണ് കേട്ടോ. ആ മറ്റൊന്നുണ്ടെങ്കിൽ ഇവിടെ ഹെയർപിൻ വളവുകളൊക്കെ ഉണ്ട്. ഇത് വേറൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ഈ വഴി കൊള്ളാം. അച്ചൻകോവിലെ റോഡുണ്ടല്ലോ, അത് നമ്മൾ ഇത്തിരി പേടിക്കുന്ന റോഡാണ് കേട്ടോ. ഇത് അത്രയൊരു പ്രശ്നമുള്ള റോഡല്ല. നമ്മൾ ഗവി പോയപ്പോഴും കാട്ടിക്കൂടെ തന്നെയുള്ള ഒരു യാത്രയായിരുന്നു. പക്ഷേ അവിടെയും ഈ അച്ചൻകോവിൽ റോഡിൻ്റെ അത്രയൊരു ഭയപ്പെടുത്തുന്ന ഒരു ക്ലൈമറ്റ് അല്ലായിരുന്നു അവിടെ. പക്ഷേ ഈ ഒരു സമയത്തെ യാത്രയും രസമല്ല. ചെറിയൊരു മഴയോടുകൂടിയുള്ള ഒരു കണ്ടില്ലേ, ഇരുണ്ട് പിടിച്ച സമയമാണ്. റോഡിൻ്റെ ടാറിങ് മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം ശരിയാണ്. നല്ല കാട്ടിക്കൂടെയുള്ള യാത്രയാണ്. അപ്പോൾ ഇതെല്ലാം ട്രൈ ചെയ്യുക. യാത്ര ചെയ്യാനൊക്കെ താല്പര്യമുള്ളവർ ഇതൊക്കെ ട്രൈ ചെയ്യണം. റോഡുകളും എല്ലാം ട്രൈ ചെയ്യുക. വട്ടുള്ളവർക്ക് വട്ടുണ്ട്, ചിലർക്കെല്ലാം വട്ട് തോന്നാം. പക്ഷേ സമയവും സൗകര്യങ്ങളും ഒക്കെ ഉള്ളവർ യാത്ര ചെയ്യുക. നമ്മൾ ജീവിതത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക. പിന്നെ നമ്മുടെ സമയം കഴിഞ്ഞിട്ട് അവിടെ പോകാൻ പറ്റിയില്ലല്ലോ, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് സമയം സൗകര്യം ഇല്ലാതാവുമ്പം അവിടെ പോകാൻ പറ്റുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇങ്ങോട്ട് നീക്കി പിടിച്ചു. ഇവിടെ കൂടുതൽ ഹെയർപിൻ വളവുകളാണേ. ഈ റോഡ് നല്ല വളവുണ്ട്. ഗവി ഇങ്ങനെ തന്നെയാണ്. നല്ല മഴയുണ്ട്. അപ്പം നമ്മളിപ്പം തമിഴ്നാട് ചെക്ക് പോസ്റ്റിലേക്ക് കയറിയിരിക്കുകയാണ്. ഇത് കേരളത്തിൻ്റെ ചെക്ക് പോസ്റ്റാണ്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞ് നമ്മൾ വണ്ടി നമ്പറൊക്കെ എഴുതി കൊടുക്കണം. എന്നിട്ട് ആൾ എത്ര പേരുണ്ടോ അത്രയും പേരുടെ എത്ര പേരുണ്ടെന്നുള്ളത് പറയണം. ഇനി നമ്മൾ തെങ്കാശിയിലേക്ക് പോവുകയാണ്. ഇതാണ് കുംഭമുരുട്ടി വെള്ളച്ചാട്ടം. നമുക്ക് കാണാൻ പറ്റിയില്ല, അത് ക്ലോസ് ചെയ്തേക്കുമായിരുന്നു, അതുകൊണ്ട് കാണാൻ പറ്റിയില്ല. ഓക്കെ, നമ്മൾ അന്നേരം ഇവിടുന്ന് പോവുകയാണ്. ഇതാണല്ലേ ആ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് നമ്മൾ തെങ്കാശിക്ക് പോകുന്ന വഴിയാണ്. ഫുള്ള് ഹെയർപിൻ വളവും എല്ലാമാണ്. ഇതെന്താ നമ്മൾ തമിഴ്നാട്ടിലേക്ക് കയറിയിരിക്കുകയാണ്. നല്ലൊരു മഴയുള്ള ഒരു സമയമാണ്. ഈ വഴി ഞങ്ങൾക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് നമ്മൾ നാടുകാണി ചുരം ഇറങ്ങിപ്പോകുന്ന ഒരു ഫീലുണ്ട് കേട്ടോ. അവിടെ പോയിട്ടുള്ളവർക്ക് അറിയാം, അവിടുത്തെ ഒരു ഫീലാണ് നാടുകാണി. കേരളം മാറിയപ്പോഴത്തേനുള്ള ഒരു വ്യത്യാസം കണ്ടോ? താഴെ നല്ല മഞ്ഞും മഴയെല്ലാം കൂടാണ്. താഴെ കൃഷിപ്പാടങ്ങളെല്ലാം കാണാൻ പറ്റുന്നുണ്ട് നമുക്ക്. ഇപ്പം തമിഴ്നാട്ടിലെ ഒരു കാഴ്ച ചെയ്ത് നല്ല രസമായിട്ടുണ്ട് കേട്ടോ. ഹെയർപിൻ വളവ് നമ്പർ 6. ഹോട്ടലിലൊക്കെ ഇന്ന് പഴംപൊരിയൊക്കെ നോക്കി ചിരിക്കുന്നു.
തമിഴ്നാടിൻ്റെ സ്റ്റൈലാണ് ഇനിയും കാണാൻ പോകുന്നത്. തെങ്കാശി എന്ന് കേട്ടിട്ടേ ഉള്ളൂ. നമ്മൾ തെങ്കാശി കാണാൻ പോവാണ്. അപ്പോൾ തെങ്കാശി എങ്ങനെ ഇരിക്കുമെന്നുള്ളത് നമുക്ക് കാണാം. പുതിയ റോഡൊക്കെ പണിഞ്ഞ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ആ വനത്തിൻ്റെ ആ ഒരു ഫീലെല്ലാം പോയി. ഇതിപ്പോൾ നാട്ടിലേക്ക് ഇറങ്ങിയേക്കുവാണേ. നാട്ടിലേക്ക് ഇറങ്ങി നമ്മുടെ വനപ്രദേശം മൊത്തം കഴിഞ്ഞിരിക്കുകയാണ്. ആ ഇതിപ്പം നമ്മുടെ ഒരു തമിഴ്നാട്ടിൽ കൂടെയാണ് ഇപ്പോൾ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്നത്. തമിഴ്നാട്ടിൽ കൂടെ വണ്ടി ഓടിച്ചില്ലെന്ന് പറയരുത്. തമിഴ്നാടെന്ന് പറയാൻ പറ്റത്തില്ല, തെങ്കാശി ഏരിയയിൽ കൂടെ എന്ന് പറയണം. അപ്പം തമിഴ്നാട് അല്ലാതെ പോയിട്ടുണ്ടല്ലോ. ഇപ്പം ഈ റോഡിൻ്റെ സൈഡുകളിലെല്ലാം പുളിമരവും അതുപോലെ തന്നെ ആര്യവേപ്പ് അല്ലേ, ആര്യവേപ്പല്ലേ ഇത്, ആര്യവേപ്പും ഒക്കെയാണ് നിൽക്കുന്നത്. നമ്മുടെ കേരളത്തിലെ പോലെ നമ്മുടെ നാട്ടിലെ പോലെ അങ്ങനെ വീടുകളൊന്നും അധികം കാണാനില്ല. ഒത്തിരി ഡിസ്റ്റൻസിലൊക്കെയാണ് വീടുകൾ കാണാറുള്ളത്. പക്ഷേ റോഡുകളൊക്കെ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടില്ലേ, നമ്മളിപ്പം തെങ്കാശിയിലേക്ക് പോകുന്ന വഴിയാണ്. അതിൻ്റെ ആ ഒരു റോഡിൻ്റെ ഭംഗിയൊക്കെ നല്ല രീതിയിൽ തന്നെ റോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ വീടുകളൊന്നും കാണാനേ ഇല്ല. അങ്ങനെ ചെറിയ ചെറിയ വീടുകൾ കണ്ടെങ്കിൽ എന്നേ ഉള്ളൂ. ഞാനില്ല ഇവിടുത്തെ വീടുകളൊക്കെ കണ്ടോ. ഇതാണ് ഇവിടുത്തെ അടിപൊളി ഒരു കാറ്റാടി മരം കറങ്ങുന്നുണ്ട് കേട്ടോ. കാറ്റാടി പാടങ്ങൾ തന്നെയാണേ. നമ്മുടെ നാട്ടിലെ കാറ്റും ഇല്ലൊന്നുമില്ല. ഇവിടെ തമിഴ്നാട്ടിലോട്ട് വരുമ്പോഴേ ഉള്ളൂ ഈ കാറ്റും കാറ്റാടി മരങ്ങളും ഒക്കെ. പിന്നെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ റോഡുകളിലൊന്നും ക്യാമറ ഇല്ല കേട്ടോ. അത് നല്ല റോഡാണെങ്കിലും നമ്മൾ ഇപ്പോൾ സ്പീഡിൽ പോയാലും ക്യാമറകളൊന്നും കാണാനെ കൊണ്ടില്ല. ഇതൊരു ഓട്ടോറിക്ഷയ്ക്കകത്ത് ആളെ കൊണ്ടുവരുന്നുണ്ട്. അതിനൊന്ന് പിള്ളേരിയ്ക്കുന്നുണ്ടോ. ഞാൻ തെങ്കാശിയിൽ എത്തിയിട്ടുണ്ട്. തെങ്കാശിയിൽ ഇപ്പം വളരെ പ്രസിദ്ധമായ ഒരു അമ്പലത്തിൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. ഇതിൻ്റെ പേരെന്തേട്ടാ? കാശി വിശ്വനാഥർ. എന്താണ്? കാശി വിശ്വനാഥർ. ഇത് തെങ്കാശി അമ്പലത്തിൻ്റെ ഫ്രണ്ടിലാണ് ഇപ്പം നിൽക്കുന്നത്. അത് എത്ര വർഷം പഴക്കം? 150? 1000. ഓ സോറി, 1000 വർഷത്തിലധികം ആണോ? ഇപ്പോൾ ഈ കാണുന്നതാണ് കാശി വിശ്വനാഥ ടെമ്പിള്. തെങ്കാശിയിലുള്ള ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ടെമ്പിളാണ് കാശി വിശ്വനാഥ ടെമ്പിള്. ഇതിൻ്റെ പണികളൊക്കെ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നതേ ഉള്ളൂ. അതാണ് ഇങ്ങനെ എല്ലാം കവർ ചെയ്ത് വെച്ചേക്കുന്നത്. ഇവിടെ നെല്ലിക്ക ഉണ്ട്, ഞാവൽപ്പഴമുണ്ട്. കേരളത്തിൽ നിന്ന് കൊണ്ടുവന്ന് ചക്ക ഉൾപ്പെടെ പൊളിച്ചിവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. എന്താ വില ചേട്ടാ? കാക്കിലോ 40 രൂപ. ഇതുപോലെ ഫ്രഷ് ആയിട്ടുള്ളത് കാക്കിലോ 40 രൂപയാണ് അവർ പറയുന്നത് ചക്കപ്പഴത്തിൻ്റേത്. നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ കൊണ്ടുവരുന്ന ചക്കപ്പഴം ഇല്ല. ഇതെല്ലാം ഇവിടെ ഒരു സ്ട്രീറ്റ് ബിസിനസ്സാണ് ഈ കാണുന്നത്. ഇതിങ്ങനെ ഫ്രഷാക്കി ഇവിടെ വെച്ചേക്കുന്നതാണ്. ഏതാ? ഞാവൽപ്പഴം. ഞാവൽപ്പഴം. ഇത് ചക്ക കാക്കിലോ 40 രൂപ. ഇതുപോലെ പൊളിച്ചത് കാക്കിലോയ്ക്ക് 40 രൂപ. ഇപ്പം മഴയായിപ്പോയി. അത് കാരണത്താൽ എങ്ങും അങ്ങനെ കറങ്ങി കാണാനോ ഒന്നും പറ്റുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ തിരികെ പോവുകയാണ്. ഇപ്പോൾ സമയം
4:30 മണി സമയവുമായിട്ടുണ്ട്. വേറെ എവിടെയും കറങ്ങാനുള്ള ഒരു സ്പേസ് ഇന്നത്തെ ദിവസത്തിലില്ല. അത് കാരണത്താൽ തിരികെ പോവുകയാണ്. അടുത്തൊരു ദിവസം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.